അർച്ചനെന്ന് വെച്ചാൽ സുധിക്ക് ഭ്രാന്ത. സുധി മുന്നിലേക്ക് വന്നു എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ചേച്ചി. ഞാൻ എന്ത് ചെയ്യും ചേച്ചി? അങ്ങനെ തളർന്നു കൊടുക്കാൻ പാടില്ല മോളെ. എന്തുകൊണ്ടാ മോള് സുധിയെ ഓർത്ത് വിഷമിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? മോൾ ഇപ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ടാ. ഒരു വിവാഹത്തിന് തയ്യാറാവാതെ ജീവിക്കുന്ന കാലത്തോളം സുധിയിൽ നിന്ന് മോക്ക് രക്ഷപ്പെടാനാവില്ല. സ്നേഹിച്ചു പോയ പെണ്ണ് പുരുഷൻ എന്നും ഒരു ദൗർബല്യമാണ്. അവൾ ഒരാണിന്റെ തുണയില്ലാതെ ജീവിക്കുകയാണെങ്കിൽ ആ പുരുഷൻ അവളുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. മോളിങ്ങനെ കഴിയുന്നിടത്തോളം കാലം സുധിയിൽ നിന്നൊരു മോചനം ഉണ്ടാകാൻ പോകുന്നില്ല. സുധി, നീ എന്താടാ ഫോൺ എടുക്കാത്തത്? ഞാൻ ആ ബാങ്കിലായിരുന്നു. വിവരം പറയടാ. അർച്ചനെ നീ കണ്ടോ? ഇല്ല. അർച്ചന എന്നൊരാള് ബാങ്കിലുണ്ട്. പക്ഷേ ഹോസ്പിറ്റൽ കേസുമായിട്ട് ലീവില്ല. നിന്നെ അയച്ച് എന്നെ പറയണം. ഏത് നേരത്താണോ എനിക്കങ്ങനെ തോന്നിയത്? സുധി, നിന്നെ ഞാൻ ചതിക്കാണെന്നാണോ നീ പറഞ്ഞത്? മുമ്പും നീ അത് ചെയ്തിട്ടുണ്ട്. എനിക്കത് മറക്കാനാവില്ല. നിന്നെ ഞാൻ എങ്ങനെ ചതിക്കും? നിനക്കിതുവരെ വന്നാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ബാങ്കിൽ വലിയ തിരക്കാണ്. അതിനിടയിലാണ് ഞാൻ വിവരം അന്വേഷിച്ചത്. അർച്ചന മാഡം ലീവിലാണെന്നും എന്തോ ഹോസ്പിറ്റൽ കേസാണെന്നും മാത്രമേ വിവരം കിട്ടിയുള്ളൂ. അവളുടെ താമസ സ്ഥലം നീ ചോദിച്ചോ? അത് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ കുറച്ചു നേരം കൂടെ ഒന്ന് ക്ഷമിക്കേ. അർച്ചനയുടെ താമസ സ്ഥലം കണ്ടെത്താതെ ഞാൻ വരില്ല. അവൾ തിരിച്ചു വരുന്നതുവരെ ഞാനിവിടെ നിൽക്കും. എന്നാ ഞാൻ വെക്കട്ടടാ. വീണ്ടും ഞാൻ കുരുക്കപ്പെട്ടല്ലോ ദൈവമേ. അച്ഛനെ കണ്ടില്ലല്ലോ അമ്മേ. ഞാൻ കൂടെ ചെല്ലാന്ന് പറഞ്ഞിട്ട് നിൽക്കാതെ ഒരൊറ്റ പോക്ക്. ഒരു സഹായത്തിന് ആശുപത്രി ആരാ അവക്ക് തുണയായിട്ടുള്ളത്? രേവതിയെ ഞാൻ വിളിച്ചിരുന്നു. അമ്മയുടെ നിലയിൽ വലിയ മാറ്റമൊന്നുമില്ലെന്നാ പറഞ്ഞ്. വിഷ്ണുവേട്ടൻ ആകെ സങ്കടത്തില. ഒന്നും കഴിക്കാതെ അമ്മയ്ക്കരികിൽ ഒരേ ഇരിപ്പാ. നിന്റെ അച്ഛൻ വന്നില്ലെങ്കിലും നാളെ രാവിലെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ആശുപത്രി വരെ ഒന്ന് പോകാം. ഒരാപത്ത് വരുമ്പോഴാ ബന്ധുക്കള് സഹായത്തിനായിട്ട് വേണ്ടത്. ഇനി ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ അവള് പഴികേക്കണ്ടേ? അവളെന്ത് പഴികേക്കാനാ? അത് പിന്നെ ഒരു പെണ്ണ് കേറി വന്ന ഉടൻ എന്തെങ്കിലും സംഭവിച്ചാ എല്ലാരും പഴിക്കുന്നത് ആ പെണ്ണിനെയല്ലേ? രേവതി അങ്ങനെ ആരും ഒന്നും പറയില്ല. അവളുടെ അമ്മായിയമ്മ ഒരു അസുഖക്കാരിയല്ലേ? ദേ അച്ഛൻ വന്നല്ലോ. ഇപ്പൊ അവരുടെ അവസ്ഥ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയില്ല. ഒന്നാലോചിച്ച ആ പെണ്ണിന്റെ കാര്യം ഒരു കഷ്ടത്തിലായി. ഒറ്റയ്ക്ക് എന്തൊക്കെ നോക്കും? അതിനല്ലേ ഞാൻ കൂടെ വരാമെന്ന് നിങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ അവരുടെ വീട്ടിലെ ഒരാളിന്റെ ആവശ്യമുള്ളത്. ആശുപത്രിയിൽ അവനും രേവതിയും ഇല്ലേ? അർച്ചനയും വന്നിരുന്നു. അവളാ ഓരോന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നത്. എന്തായാലും നാളെ എല്ലാവർക്കും കൂടി ആശുപത്രിയിൽ ഒന്ന് പോവാം. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി 3-4 ദിവസം അവരുടെ വീട്ടിൽ നിൽക്കുക. അമ്പിളി സമയത്തിന് ആഹാരം ആശുപത്രി എത്തിച്ചാ പോരെ? സമയം ഒരുപാടായി. നിങ്ങൾ വന്നു എല്ലാം കഴിക്കുക. വാ.
ഹലോ മാഡം. അർച്ചനയെ അന്വേഷിച്ച് ഇന്നൊരാൾ ബാങ്കിൽ വന്നിരുന്നു. അർച്ചനയുടെ കസിൻ എന്നാ പറഞ്ഞത്. അർച്ചനയെ വന്ന് കണ്ടോ? വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തിരുന്നു. ആ, ശബരി ഇവിടെ വന്നിരുന്നു. അത് അകന്ന ബന്ധത്തിലുള്ള ഒരാളാ. എന്തെങ്കിലും വിശേഷമുണ്ടോ? ഇല്ല, ഞാൻ ഇവിടെയാണെന്ന് അറിഞ്ഞപ്പോ ഒന്ന് വന്നതാ. ആ, അർച്ചനയുടെ കസിനാണെന്നും പറഞ്ഞൊരാൾ വന്നപ്പോ രാജീവൻ സാറിന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. കാഴ്ചയിൽ സുമുഖൻ. പിന്നെ അർച്ചനയുമായി അടുപ്പത്തിലായിരുന്ന ആളായിരുന്നു ഈ ശബരി? അല്ല മാഡം, മാഡം സംശയിക്കുന്ന ഒരു റിലേഷനും ഞാനും ശബരിയും തമ്മിലില്ല. ഒരു സൗഹൃദ സന്ദർശനം, അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ ഈ വിവരം വിളിച്ച് രാജീവൻ സാറിനെ അറിയിക്കാം. ശബരി വന്നു പോയതിനു ശേഷം രാജീവൻ സാർ ആകെ മൂഡ് ഓഫിലാ. എന്നാ ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാഡം. ശബരി ഇതുവരെ കണ്ടില്ലല്ലോ. കറങ്ങി തിരിഞ്ഞ് എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ദേ വന്നല്ല. ഇനി മോനെ കണ്ടില്ലെന്നുള്ള സങ്കടം വേണ്ട. ചെന്ന് വാതിൽ തുറന്നു കൊടുത്ത് സ്വീകരിച്ചോണ്ട് വാ. ചിലപ്പോൾ 4 കാലിലാവും വരുന്നത്. നാണം കെട്ടൊരു ജന്മം. നിങ്ങളിപ്പോ ഓരോന്ന് പറഞ്ഞ് അവനോട് വഴക്കിടാൻ നിൽക്കല്ലേ. നീ എന്താടാ ഇങ്ങനെ? നല്ല ഫോമിലാണല്ലോ വരവ്. ചെന്നൈ മുഴുവൻ കറങ്ങി കണ്ടോ? ഒരു സ്ഥലവും വിട്ട് കളയല്ലേ. എവിടെ അർച്ചന ഇരിക്കുന്നത് അറിയില്ലല്ലോ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ എവിടെയൊക്കെ പോയി തെരഞ്ഞാലും അർച്ചനയെ കണ്ടെത്താൻ പോകുന്നില്ല. ഒരു കുടുംബം കുളം തോണ നടക്കുന്നു. ശബരി ഒരു കാര്യത്തിനിറങ്ങിയ അത് നടത്തിയിരിക്കും. എങ്കിൽ എവിടെയാടാ അർച്ചന? നീ കുറെ കാലം ആയല്ലോ നീ ഈ പേരും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. ആ, എന്നാ ഇനി ഒന്ന് ഞെട്ടാൻ തയ്യാറായിക്കോ. അർച്ചനയെ കണ്ടിട്ടാ ഞാനിപ്പോ വരുന്നത്. അവള് ചെന്നൈയിലോ ബാംഗ്ലൂരിലോ ഒന്നും അല്ല ഉള്ളത്. ഇവിടെ ഈ കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലൊരു ബാങ്കിൽ അർച്ചനയുണ്ട്. സുധി ജോലി ചെയ്യുന്ന ബാങ്കിന്റെ മറ്റൊരു ബ്രാഞ്ച്. ഞാനവിടെ പോയിരുന്നു. അവളെ നേരിൽ കണ്ട് സംസാരിച്ചിട്ടാ ഞാനിപ്പോ വരുന്നേ. ഞാൻ അവളോട് ചെയ്ത തെറ്റിന് ക്ഷമയും ചോദിച്ചു. ഇനി എന്തെങ്കിലും പരിഹാസം ഉണ്ടോ വക്കീലിന്റെ കയ്യില്? എടാ മോനെ, നീ ഈ വിവരം സുധിയെ അറിയിച്ചോ? ഇതുവരെയും ഞാൻ അറിയിച്ചിട്ടില്ല. പക്ഷേ അവനെ അറിയിക്കാതിരിക്കാൻ എനിക്കാവില്ല. അവനിത് സുധിയോട് പറഞ്ഞ പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ ഗീതയോട് പ്രത്യേകം പറയണ്ടല്ലോ. ഒരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കും. പലരുടെയും ജീവിതങ്ങളാണ് ശബരി കാരണം തകർന്നടിയാൻ പോകുന്നത്. പിന്നാരും മനസമാധാനത്തോടെ ജീവിക്കില്ല. ചെല്ല്, അവനെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നിനക്കേ പറ്റൂ. ആലോചിച്ച് നിൽക്കാതെ പോ. ചെന്ന് പറയേ. മോനെ, അമ്മ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അച്ഛനാണെന്ന് എനിക്കറിയാം. ആരൊക്കെ വിലക്കിയാലും ഞാനത് സുധിയോട് പറയും. ഒരിക്കൽ സുധിയെ ചതിച്ചവനാ ഞാൻ. ഒന്നുകൂടി അവനെ ചതിക്കാൻ എനിക്കാവില്ല. അവനെ ഞാൻ ഈ വിവരം അറിയിക്കും. അതുകൊണ്ട് നിനക്കുള്ള നേട്ടം എന്താ? നീ ഇപ്പൊ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത് അർച്ചനയോട് ചെയ്ത അപരാധം ഓർത്തല്ലേ? അവളെ കണ്ട് ക്ഷമ പറഞ്ഞതോടെ തീരേണ്ടതാ നിന്റെ കുറ്റബോധം. പക്ഷേ നീ ഇപ്പോ ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് വല്ല ബോധമുണ്ടോ നിനക്ക്? നീ ഈ വിവരം സുധിയോട് പറഞ്ഞ നിരഞ്ജനെ കുഞ്ഞ് അനാഥരാകും. ഒരിക്കലൊരു പെണ്ണിന്റെ ശാപം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന നീ
വീണ്ടും നിരപരാധിയായ ഒരു പെണ്ണിന്റെയും കുഞ്ഞിന്റെയും ശാപമാണ് തലയിൽ ഏൽക്കാൻ പോകുന്നത്. നീ എന്താ മോനെ അതേപ്പറ്റി ചിന്തിക്കാത്തത്? നിരഞ്ജന സുധിയുടെ ഭാര്യയല്ലേ? ഒരു തെറ്റും ചെയ്യാത്ത അവൾ ഒരു കൈക്കുഞ്ഞിനെ കൊണ്ട് എങ്ങനെ ജീവിക്കും? അർച്ചനയുടെ ശാപത്തേക്കാൾ വലുതായിരിക്കും നിരഞ്ജനയുടെ ശാപം. എല്ലാരും നമ്മളെ ഒറ്റപ്പെടുത്തും. അമ്മയ്ക്ക് ആ പഴി കേൾക്കാൻ വയ്യ മോനെ. നീ ശരിക്കും ഒന്ന് ഓർത്തു നോക്ക്. അർച്ചനയുടെ ജീവിതം കഷ്ടപ്പാടിലും ദുരിതത്തിലും ഒക്കെ ആയിരുന്നെങ്കിൽ അവളെ ഓർത്ത് വേദന തോന്നണമായിരുന്നു. ഇതിപ്പോ അവൾ നല്ല നിലയിലെത്തി. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള സാഹചര്യം അവൾക്കുണ്ട്. ഒരിക്കൽ പോലും സുധിയെ കാണണമെന്ന് അവൾ ആഗ്രഹിച്ചില്ലല്ലോ. നിലമറന്ന് സുധിയല്ലേ അവളുടെ പിന്നാലെ പോയത്. അവൾ നിന്നോട് പറഞ്ഞതെന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. അവളെക്കുറിച്ചൊന്നും സുധി അറിയരുതെന്നല്ലേ അർച്ചന നിന്നോട് പറഞ്ഞത്? അതെ. എന്തിനവളത് പറഞ്ഞുവെന്ന് നീ മനസ്സിലാക്കണം. സുധിക്ക് ഭാര്യയും ഒരു കുഞ്ഞുമുള്ള വിവരം അവൾക്കറിയാം. അർച്ചനയ്ക്ക് സുധിയോടില്ലാത്ത സഹതാപം നിനക്കും വേണ്ട. അവൾ സുധിയുമായൊരു ജീവിതം ആഗ്രഹിക്കുന്നുമില്ല. എന്റെ മോനിപ്പോ അമ്മ പറയുന്നതനുസരിക്കണം. നീ അറിഞ്ഞ കാര്യങ്ങളൊന്നും സുധിയോട് പറയരുത്. അമ്മ ഒന്ന് ചെല്ല്, എനിക്ക് ഫ്രഷ് ആവണം. മോനെ ഞാൻ പറയുന്നത്. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് രാവിലെ ആവാം. ഭ്രാന്ത് പിടിച്ച് നിൽക്കാൻ ഞാൻ. അവൻ ഈ വിവരം സുധിയോട് പറയില്ലെന്ന് ഏട്ടൻ ഉറപ്പാണോ? ഗീത അവനെ കാര്യമായി ഉപദേശിച്ചിട്ടുണ്ട്. അവൻ സുധിയോട് പറയില്ലെന്ന എന്റെ വിശ്വാസം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല നടരാജ. ഒരു ലക്ഷ്യവുമില്ലാതെയല്ല അവൻ റാന്നിയിലെ ബാങ്കിലേക്ക് കയറി ചെന്നത്. അവനെ അവിടെ കൊണ്ടെത്തിച്ചത് സുധിയാ. അർച്ചന ഏതോ ബാങ്കിലുണ്ടെന്ന് സുധി നേരത്തെ തന്നെ മനസ്സിലാക്കിയതാ. അവൻ ശബരിയെ പല ബാങ്കുകളിലേക്കും അയച്ചു കാണും. ആ കൂട്ടത്തിലാവും അവൻ റാന്നിയിലെത്തിയത്. ഇതുവരെയും ശബരി സുധിയോട് ഇത് പറഞ്ഞു കാണില്ല. ഇനി സുധി അവിടെ എത്തിയ അർച്ചന ഫൈസിയെ വിളിച്ച് പറയാതിരിക്കില്ല. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബരി സുധിയെ അത് അറിയിച്ചിട്ടില്ലെന്ന് തന്നെയാ. സുധിയെ അവൻ അറിയിക്കണമായിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ വിളിച്ചു പറഞ്ഞനെ. വീട്ടിൽ വന്ന് എന്നോട് ഈ വിവരം പറയില്ലായിരുന്നു. സുധിയോട് ഈ വിവരം പറഞ്ഞ് പ്രശ്നമുണ്ടായാൽ നിരഞ്ജനയും കുഞ്ഞും അനാഥരായി പോകുന്നുള്ള ഭയം അവനുണ്ടാകും. ഇനി എത്ര കാലത്തേക്ക്? ശബരി അത് പറഞ്ഞില്ലെങ്കിലും സുധി അവളുടെ മുന്നിലെത്തും. അർച്ചന എന്തു പറഞ്ഞ ശബരി മടക്കി അയച്ചത്? അതിനെക്കുറിച്ചൊന്നും അവൻ പറഞ്ഞില്ല. അർച്ചന അവിടെ ഉള്ള കാര്യം സുധി അറിയരുതെന്ന് അവൾ ശബരിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അവന്റെ ആവേശമൊക്കെ തണുത്തുപോകാൻ കാരണം അതാ. ശബരിയെ മടക്കി അയക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുധിയെ നേരിടാനും അർച്ചനയ്ക്ക് കഴിയും. അളിയനും ജയന്തിനെ അതോർത്ത് ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ടെൻഷനാവേണ്ടത് നിരഞ്ജനിനി എന്ത് നിലപാടെടുക്കുന്നോർത്താ. സുധി അർച്ചനയെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ നിമിഷം കുഞ്ഞുമായി ഇറങ്ങിപ്പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയല്ലേ നിരഞ്ജന? അവളെ അവൻ്റെ ഒപ്പം പിടിച്ചു നിർത്താനാ നമ്മളിപ്പം മിടുക്ക് കട്ടേണ്ടത്. ജയന്തി ചെന്ന് നിരഞ്ജനെ ഒന്ന് കാണണം. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവളോട് പറയണം. നിരഞ്ജന ഒരു എടുത്തുചാട്ടത്തിന് തയ്യാറാവാതിരുന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എനിക്കിറങ്ങാൻ സമയമായി. സുധി, രാവിലെ എവിടേക്കാ സുധി ധൃതി പോന്നെ? ബാങ്കിലേക്കല്ലെന്ന് മനസ്സിലായി. എനിക്കൊരാളെ കാണണം. ഭക്ഷണം കഴിച്ചിട്ട് പോയാ പോരെ? വേണ്ട, അതിനൊന്നും സമയമില്ല. ആരെ കാണാനാ പോകുന്നതെന്ന് സുധിക്ക് പറഞ്ഞൂടെ? എന്റെ പരിചയക്കാരെ എല്ലാം നിരഞ്ജനയ്ക്ക് അറിയാവോ? ഇല്ലല്ലോ.
എന്തൊക്കെയോ വലിയ അപകടങ്ങൾ വരാൻ പോകുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ണിത്താൻ വന്ന് പറഞ്ഞിട്ട് പോലും അവൻ ചെവിക്കൊണ്ടില്ല. ആലോചിച്ച് നിൽക്കാതെ മോൾ അവന്റെ പിന്നാലെ ചെല്ലേ. ജയന്തി പേടിക്കണ്ട, അവനത് സുധിയോട് പറയില്ല. പുറത്തേക്ക് പോകാനിറങ്ങിയപ്പോഴും ഞാൻ ഇതേക്കുറിച്ച് അവനോട് സംസാരിച്ചതാ. ശബരിക്ക് അവളെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ പിന്നെ സുധിക്ക് കണ്ടെത്താനാണോ പ്രയാസം? ഇന്നല്ലെങ്കിൽ നാളെ അവർ തമ്മിൽ കാണും. ചേട്ടൻ പറയും പോലെ അവര് തമ്മിൽ കണ്ടതുകൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്നാ എനിക്കും തോന്നുന്നത്. അർച്ചനയ്ക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയേനെ. കുഞ്ഞിന്റെ കാര്യം അന്വേഷിച്ചപ്പോ അവൾ അതിനെ അബോർട്ട് ചെയ്തെന്നാ അവനോട് പറഞ്ഞത്. കുഞ്ഞില്ലാത്ത നിലയ്ക്ക് അർച്ചനയിൽ അവകാശം ഉന്നയിക്കാൻ സുധിക്ക് കഴിയില്ല. നിരഞ്ജന എന്തായാലും ഇതറിയാതിരിക്കില്ല. സുധി തന്നെ അവളോട് ഈ കാര്യം പറയും. അവൾ എന്ത് തീരുമാനം എടുക്കുമെന്ന ഇപ്പം ഞങ്ങളുടെ പേടി. കുഞ്ഞുമായി അവൾ ഇറങ്ങിപ്പോയാ അത് പിന്നെ ഡിവോഴ്സിലേക്ക് ചെന്ന് അവസാനിക്കും. ബന്ധം വേർപ്പെടുത്തിയ നിരഞ്ജന സുധിയുടെ കുഞ്ഞിനെയും കൊണ്ടുപോകും. ഓമനിച്ച് കൊതി തീരും മുമ്പ് അവൾ ആ കുഞ്ഞിനെയും കൊണ്ടുപോയ ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെ എന്ത് പ്രതീക്ഷയുള്ളത്? സുധി ഈ ജന്മ അർച്ചന സ്വീകരിക്കില്ല. കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടാവും. എന്തൊരു പരീക്ഷണോ ഈശ്വര. രാവിലെ ഞാൻ വിഷ്ണുവിനെ വിളിച്ചിരുന്നു. ഇന്നലെ അമ്മ നന്നായിട്ട് ഉറങ്ങിയെന്നാ കേട്ടത്. ഇപ്പൊ നല്ല ആശ്വാസമുണ്ടെന്ന് വിഷ്ണു പറഞ്ഞു. അവർക്കൊന്ന് സുഖപ്പെട്ടാൽ മതിയായിരുന്നു. 2-3 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ആവും. എന്നാ പിന്നെ ഞങ്ങൾ അവിടെ പോവാൻ മോളെ. ആ, അമ്പിളി ഉച്ചയ്ക്ക് ഭക്ഷണമായിട്ട് വരും. ബാങ്കിൽ നിന്ന് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വരാം. എന്നാ പിന്നെ നിങ്ങൾ ചെല്ലും. ആ ശരി മോളെ. ശരി. എന്താ അച്ചുവേച്ചി? അച്ചുവേച്ചിക്കൊരു വിഷമം? ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചതാ. എല്ലാം കലങ്ങി തെളിഞ്ഞ് ശാന്തമായി മോളെ ഞാൻ കരുതിയത്. പക്ഷേ ചേച്ചിയുടെ ജീവിതം വീണ്ടും ഒരു പരീക്ഷണത്തിലേക്ക് പോവാ. എന്താ അച്ചുവേച്ചി? എന്നോട് പറ. സുധിയുടെ കസിൻ ശബരി എന്നെ തേടി ഇവിടെ വന്നു. അപ്പോ അച്ചുവേച്ചി ഇവിടെ ഉണ്ടെന്ന് സുധി സാർ കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു മോളെ. ശബരിയെ തിരിച്ചയക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിലും സുധി വന്ന എനിക്കതിന് കഴിയില്ല. ഒരിക്കലും സുധിയുടെ മുന്നിൽ ചെന്ന് പെടില്ലെന്ന് ഞാൻ വിശ്വനാഥൻ സാറിന് ഉറപ്പ് കൊടുത്തത്. കണ്ടുപിടിച്ചത് അച്ചുവേച്ചിയുടെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ. അയാൾ അന്വേഷിച്ച് കണ്ടെത്തി വന്ന അച്ചുവേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുധി എന്നെ കണ്ടെത്തിയെന്നറിഞ്ഞാൽ സുധിക്ക് പിന്നാലെ എന്നെ കാണാൻ വരുന്നത് ആരാണെന്ന് മോൾക്കറിയാമോ? നിരഞ്ജന. സുധിയുടെ കാമുകി എന്ന പരിവേഷം നൽകി ഒരു ജീവിതം മോഹിച്ചായിരിക്കും അവൾ എൻ്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ എന്നെ കണ്ടെത്തി കഴിയുമ്പോഴാ വലിയൊരു ചതിയെപ്പറ്റി നിരഞ്ജന മനസ്സിലാക്കുന്നത്. എന്നോടൊരു വാക്ക് സംസാരിക്കാൻ പോലും നിൽക്കാതെ നിരഞ്ജന പോവും. പിന്നീട് അവൾ സുധിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നിരഞ്ജന പോകുന്നത് എന്റെ കുഞ്ഞിനെയും കൊണ്ടായിരിക്കും.